ഗോതമ്പ് ദോശ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കഴിക്കാത്തവരും കഴിക്കും. 1 കപ്പ് ഗോതമ്പ് പൊടി മിക്സിയുടെ ജാറിലോട്ടിടുക. ശകലം കൂടെ 1/2 കപ്പ് ഇടും. ആവശ്യത്തിന് ഉപ്പ്. 2 മുട്ടയും പൊട്ടിച്ച് ഇതിലോട്ട് വയ്ക്കുക. കഴിഞ്ഞ ദിവസം ഓംലെറ്റ് ഇട്ടപ്പോൾ മുട്ട പൊട്ടിച്ച് മൊത്തം ഒരുമിച്ച് ഒഴിച്ചപ്പോൾ ഒരാൾ പറഞ്ഞായിരുന്നു മുട്ട ഓരോന്ന് പൊട്ടിച്ചേ ഒഴിക്കാവൂ, അല്ലെങ്കിൽ ചീമുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒഴിച്ചത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കുമ്പം ഗോതമ്പ് ദോശ ഇഷ്ടമില്ലാത്തവരും കഴിക്കും. അരച്ചെടുത്തുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തു. ദോശക്കല്ല് ഞാൻ അടുപ്പ് കത്തിച്ച് വെച്ചിരിക്കുകയാണ്. കല്ലൊന്ന് ചൂടായി വരുമല്ലോ അരച്ചുകൊണ്ട് വരുമ്പോഴത്തെ. അതിലൊരു ശകലം മയം പുരട്ടാം. കല്ലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് മാവൊഴിക്കാം. അതിനെ കുറച്ച് പരത്തിയെടുക്കണം. നമുക്കത് തിരിച്ചിടാം. നല്ലപോലെ മൊരിഞ്ഞ് കിട്ടും. ഇത് നല്ലപോലെ മൊരിഞ്ഞ് വന്നുണ്ടോ? ഇത് ചുമ്മാ നമുക്ക് കഴിക്കാം, കറിയൊന്നും വേണ്ട. രാവിലെ അരി അരച്ചതൊന്നും അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് അങ്ങോട്ടുണ്ടാക്കിയാൽ മതി. അങ്ങനെടുക്കാം. ഇതുപോലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി നോക്കണേ എല്ലാവരും. ഇത് വെറുതെ കഴിക്കാം, അതിന് കറിയൊന്നും വേണ്ട, കറി കൂട്ടിയും കഴിക്കാം. രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പത്തിൽ ഉണ്ടാക്കാം.